ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിലേക്ക് പെട്ടെന്ന് നിങ്ങൾ രാവിലെ വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് തന്നെയാണെങ്കിൽ നിങ്ങളുടെ റിയാക്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ല രസത്തിലുള്ള കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ കമൻറ്റായിട്ട് വായിക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഇത്രയും രസത്തിലുള്ള ഒരു രസകരമായ കമൻറ്റുകൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളൊക്കെ ഇത്ര എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വായിക്കാൻ പോകുന്നത് ഫവാസ് പാച്ചു -P3B എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടിൽ നിന്നാണ് കമൻറ്റ് വന്നേക്കുന്നത് കേട്ടോ. അപ്പം ഈ പേഴ്സൺ എൻ്റെ മോസ്റ്റ് ഫാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ എല്ലാ വീഡിയോസിനും തന്നെ കമൻറ്റ് ഇടുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞേക്കുന്നതാണ്, ആദ്യം ഒന്ന് നുള്ളി നോക്കും എന്നെ തന്നെ. എൻ്റെ ദൈവമേ, അപ്പോഴേക്കും നീ അടുക്കളയിൽ വല്ലതും കഴിക്കാനുണ്ടോ എന്ന് നോക്കുന്ന തിരക്കിലായിരിക്കും. അത് പറയേണ്ട കാര്യമില്ല, അത് ഓൾറെഡി ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോഴേക്കും എൻ്റെ കിളി തിരിച്ചു വരും. ഓ വാവ് നൈസ്. പിന്നെ ഹാപ്പി ഡേ ആയിരിക്കും. ഓ അത് പറയണോ, തീർച്ചയായിട്ടും. കൂടെ ഫാമിലിയും ഉണ്ടെങ്കിൽ മോസ്റ്റ് ഹാപ്പി തീർച്ചയായിട്ടും ഉണ്ടാകും. പിന്നെ പ്രിയപ്പെട്ട നിനക്ക് വേണ്ടി മോസ്റ്റ് സൽക്കാരം. എൻ്റെ ദൈവമേ, നിങ്ങളുടെ അമ്മ സദ്യ ഉണ്ടാക്കുന്നത് പോലെ എല്ലാ വിഭവങ്ങളും ഉണ്ടാകും. എത്ര ദിവസം വീട്ടിലുണ്ടാകും അത്ര ദിവസം മോസ്റ്റ് സൽക്കാരം. എൻ്റെ ദൈവമേ, എനിക്ക് ആലോചിക്കാനേ വയ്യ. ഞങ്ങളുടെ നാട് കാണിക്കും, അന്ന് നിനക്ക് മോസ്റ്റ് ഡേ ആകും. പിന്നെ നീ തിരിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത അത്രയും ഹാപ്പി ഡേ ആകും നിനക്ക് തീർച്ചയായിട്ടും. ദൈവമേ, നാടൊക്കെ കാണിക്കും. അപ്പോൾ എനിക്ക് ഒരുപാട് വ്ളോഗൊക്കെ ചെയ്യാലോ. അയ്യോ, ഇങ്ങനെയൊക്കെ സൽക്കരിക്കുന്നത് എനിക്ക് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ്. നീ പോയിട്ടും എൻ്റെ നെറ്റിൽ മാറിയിട്ടില്ല കേട്ടോ. പിന്നെ അടുത്ത തവണ വരുമ്പോൾ പറഞ്ഞിട്ട് വരണം. കഴിഞ്ഞ തവണ വന്നതിനേക്കാളും മോസ്റ്റ് ഹാപ്പി ആക്കണം. എൻ്റെ ഫേസിനുകൊണ്ട് കുറച്ച് സ്മൈൽ കഴിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവമേ, നിങ്ങളൊക്കെ എന്നെ ഇത്രയും സ്നേഹിക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് എന്താ പറയണമെന്നല്ല, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയാം, ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളൊക്കെ ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്നതിലും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പ്രാർത്ഥനയാണ് എനിക്ക് എന്നും വേണ്ടത്. ഒരുപാട് സന്തോഷം ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിയതിൽ. എന്താ പറയണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കമൻറ്റ്